നമസ്കാരം. ഓൺലൈനിലൂടെ മദ്യവിൽപ്പനയ്ക്ക് ബെവ്കോ സർക്കാരിന് ശുപാർശ സമർപ്പിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലത് ചർച്ചയായതാണ്. വലിയ രീതിയിലൊരു പെട്ടെന്ന് തന്നെ അത് പൊടുന്നതിന് ഒരു വിവാദമാവുകയും മാറി. എന്തായാലും സർക്കാർ ആ ശുപാർശ അത്ര കണ്ട് സ്വീകരിച്ചില്ല. പക്ഷേ എങ്കിലും ആ ഒരു വിഷയം വലിയ രീതിയിലാണ് സമൂഹം ചർച്ചയാക്കിയത്. ബെവ്കോയുടെ MD ശ്രീമതി ഹർഷിത അട്ടല്ലൂരി നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം മാഡം. ഈ രീതിയിൽ ഒരു ശുപാർശ താങ്കൾ സതുദ്ദേശത്തോടു കൂടിയാണ് സർക്കാരിന് സമർപ്പിച്ചത്. കാരണം ബിവറേജസ് അല്ലെങ്കിൽ വലിയ രീതിയിൽ വരുമാനം സർക്കാരിനുണ്ടാക്കാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു തുടക്കത്തിൽ നൽകിയത്. പക്ഷേ അത് വേണ്ടത്ര സർക്കാരിന് അതൊരു വിവാദമായതുകൊണ്ടാകും ഒരുപക്ഷെ സർക്കാർ ഉടനെ ഒരു അംഗീകാരം അല്ലെങ്കിൽ അനുമതി നൽകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ബേസിക്കലി ഞാൻ CMD ബെവ്കോ ആയ നിലയ്ക്ക് എനിക്ക് കോർപ്പറേഷൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയും പിന്നെ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൺവീനിയൻസിന് വേണ്ടിയും ഞാൻ പ്രപ്പോസൽസ് ആലോചിക്കും, ഞാൻ സർക്കാരിലേക്ക് അയക്കും. പക്ഷേ സർക്കാരിന് പല ആംഗിൾസിന് അത് നോക്കേണ്ടി വരും. അത് കറക്റ്റായ തീരുമാനം സർക്കാർ എടുക്കുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് പോവാം. അതിനുവേണ്ടി പിന്നെ ഞങ്ങൾ കാത്തു നിൽക്കാം. അപ്പോൾ നിലവിലിപ്പോൾ സർക്കാർ തൽക്കാലം അതൊരു ശുപാർശ തള്ളിയെങ്കിലും ഒരുപക്ഷെ ഭാവിയിൽ അതിന് അംഗീകാരം നൽകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഉണ്ടല്ലോ. എന്തായാലും ഇങ്ങനെ ഈ ഓൺലൈനിലൂടെ മദ്യവിൽപ്പന നടത്തുമ്പോൾ എത്രത്തോളം ഒരു അധിക വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ? ഇപ്പോൾ ഞങ്ങളുടെ കാൽക്കുലേഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു 500 crores ഒരു വ്യത്യാസം വരുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ശരിക്കും വീര്യം കുറഞ്ഞ മദ്യം തന്നെയാണോ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ സർക്കാരുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഫൈനാൻസ് മിനിസ്ട്രി അതിൻ്റെ ഒരു ടാക്സ് സ്ലാബ് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. സോ അത് ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ അല്ല. ഇത് സാധാരണമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും, ഫോർ എക്സാമ്പിൾ IMFL ആയിരിക്കാം, അല്ലെങ്കിൽ FMFL, ബിയർ, വൈന്, നമുക്ക് ഓൾറെഡി ഷോപ്സിൽ നമ്മൾ വിൽക്കുന്ന സാധനങ്ങളെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം സർക്കാർ ആ ശുപാർശ തള്ളി. വീണ്ടും ഈ റെസ്റ്റോറൻറ്റുകൾ, അതായത് ടൂറിസ്റ്റ് പ്ലേസിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഇൻസ്റ്റൻറ്റ് ബിയർ വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശുപാർശ ആ രീതിയിൽ എന്തെങ്കിലും സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടോ? അത് ഞങ്ങൾ സമർപ്പിച്ചതാണ്. അത് ഡ്രാഫ്റ്റ് ബിയർ, ക്രാഫ്റ്റ് ബിയർ എന്ന് പറയാറുണ്ട്. ഡ്രാഫ്റ്റ് ബിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് താഴെ മഗ് വെച്ചിട്ട് എടുക്കുന്ന സാധനമാണ്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഇത് അവൈലബിൾ ആണ്. സോ ബേസിക്കലി അതിനകത്ത് പ്രിസർവേറ്റീവ്സ് കാണില്ല. അപ്പോൾ 3 ദിവസത്തിനകം അത് കംപ്ലീറ്റ് ചെയ്യണം. So basically it is supposed to be slightly healthier variant than canned beer. സോ അതിന് വേണ്ടിയും ഞങ്ങൾ ശുപാർശ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പുറത്ത് ഇതുവരെ പോസിറ്റീവായിട്ട് തീരുമാനം വന്നിട്ടില്ല. ഇതിൽ ഓൺലൈനിലൂടെ മദ്യം വിൽപ്പന, അതായത് പുറത്ത് നമുക്ക് അവൈലബിളായി കിട്ടുന്ന എല്ലാ മദ്യവും, എല്ലാ ടൈപ്പ് മദ്യവും ഓൺലൈനിലൂടെ വിൽക്കാനുള്ളൊരു ശുപാർശയായിരുന്നു അങ്ങ് നൽകിയത്. പക്ഷേ വന്നൊരു കോൺട്രവേഴ്സി കേരളം മദ്യശാലയാക്കി മാറ്റി, കേരളം മുഴുവൻ, അതായത് വീട് മുഴുവനും മദ്യശാലയാക്കി മാറ്റാനുള്ളൊരു തീരുമാനമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന രീതിയിലാണ് അത് വലിയ രീതിയിൽ കോൺട്രവേഴ്സി ആയത്. ബേസിക്കലി ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് ഒരാൾ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് പോയാൽ എവിടെയാണ് അത് കഴിക്കുന്നത്? വീട്ടിൽ വെച്ചല്ലേ. സോ ഇപ്പോൾ ഇതെന്താണ് വ്യത്യാസം ഇതിനകത്തുണ്ടാകാൻ പോകുന്നത്? ഷോപ്പിൽ വന്ന് ഈ ബോട്ടിൽ വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ആ ബോട്ടിൽ എത്തിക്കും. അപ്പോൾ പക്ഷേ കഴിക്കുന്നത് വീട്ടിൽ വെച്ച് തന്നെയാണ് ഇപ്പോഴും അപ്പോഴും, അതിലൊരു വ്യത്യാസമില്ല. നമ്മൾ ഈ വാങ്ങുന്നവർക്ക് 23 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ വിൽപ്പന നടത്തൂ എന്ന് പറയുമ്പോൾ അതിൻ്റെത് ഒരു പ്രായോഗികമായത് എങ്ങനെയാണ് മാം? അത് തെളിയിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അല്ല, ആധാർ കാർഡ് നോക്കിയിട്ട് 23 വയസ്സ് ക്രോസ് ആയാൽ മാത്രമേ ഡെലിവറി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ റൂളും അങ്ങനെയാണ്. ഷോപ്പിലെയും ഞങ്ങൾ സംശയം തോന്നിക്കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട്, ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചിട്ട് അത് കൺഫേം ചെയ്തിട്ടേ ഞങ്ങൾ മദ്യം കൊടുക്കാറുണ്ട് ഇപ്പോഴും. അപ്പോൾ ഈ ഓൺലൈൻ ഡെലിവറി ആയാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിൽ ഇന്ത്യയിൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഓൺലൈനായി വിൽപ്പന നടത്തുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ എങ്ങനെയാണ്? അതേക്കുറിച്ചുള്ളൊരു പഠനം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? പല സ്റ്റേറ്റ്സിൽ ഇതുണ്ട്. മഹാരാഷ്ട്രയിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേ രീതിയിൽ ഇവിടെ ഒരു തുടക്കം എന്ന രീതിയിലൊന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചു. പക്ഷേ അപ്പോൾ തന്നെയും ഒരു 500 കോടിയുടെ അധിക വരുമാനം കൃത്യമായ കണക്കുകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് പറയുന്നത്. അതെ, കാരണം ഇപ്പോൾ നമുക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളും ക്യൂ കണ്ടിട്ടും പലരും പോകാതിരിക്കുന്നവരുണ്ട്. സോ ഇവർക്ക് കുറച്ച് കൺവീനിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വീട്ടിൽ വെച്ച് തന്നെ അവർക്ക് വീട്ടിൽ തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി ദെൽ ബി എൻ ഇൻക്രീസ്. നിലവിലിപ്പോൾ നമുക്ക് ബെവ്കോയുടെ ഒരു വരുമാനമൊക്കെ എങ്ങനെയാണ് നിലവിലെ?
ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 24-25 ഹയസ്റ്റ് സെയിൽസ് റവന്യൂ ആയിരുന്നു. 19,800 crores ആയിരുന്നു ഞങ്ങളുടെ സെയിൽസ് റവന്യൂ. അത് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരു 650 crores കൂടുതലാണ്. സാധാരണ ഫെസ്റ്റിവൽസ് വരുന്ന സമയത്തൊരു ഹൈപ്പ് ഉണ്ടാകും, അതല്ലാതെ നോക്കുമ്പോൾ ആവറേജ് ഉയരുന്നുണ്ട് വരുമാനം. ഉയരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 3% ആയിരുന്നു ഇൻക്രീസ്. ഇപ്പോൾ ഈ വർഷം ഇതുവരെ 5% ആണ്. ഇനി നമുക്ക് നോക്കണം ഓണം സെയിൽസ് എങ്ങനെയായിരിക്കും, നമുക്ക് നോക്കേണ്ടി വരും. ഈ ഓരോ മാസവും മന്ത്ലി കണക്കാണ് മാം പറഞ്ഞത്, ഈ 500 crore അധിക വരുമാനം ഉണ്ടാകും. മന്ത്ലി അല്ല, പെർ ഇയർ ആണ്. പെർ ഇയർ 500 crore അധിക വരുമാനം ഉണ്ടാകുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈസിയായി അവൈലബിൾ ആകുമ്പോൾ കുറച്ച് അതിൻ്റെ കൂടുതൽ ടെൻഡൻസി ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള ചോദ്യമാണ് ഈ ചർച്ചയാക്കുന്നവർ പറയുന്നത്. ബേസിക്കലി ആൽക്കഹോൾ ഈസ് എ ലീഗൽ പ്രൊഫഷൻ, ലീഗൽ ബിസിനസ്. ഇപ്പോൾ ആൽക്കഹോളിന് നമ്മൾ ഷോപ്സിൽ നമുക്ക് വിൽക്കുന്നു. അപ്പോൾ ഷോപ്സിൽ ലൈക്ക് ഐ തിങ്ക് ഹൂവർ ഈസ് കൺസ്യൂമിങ് ആൽക്കഹോൾ, ഹൂവർ ചൂസസ് ടു കൺസ്യൂം ആൽക്കഹോൾ ഷുഡ് ബി ഗിവൻ എ ഡിഗ്നിഫൈഡ് എൻവയൺമെൻറ്റ്. ഇപ്പോൾ അങ്ങനെ ഒരു വലിയൊരു 1 കിലോമീറ്ററുടെ ക്യൂവിൽ തന്നെ നിന്നിട്ട് അത്രയും ഒരു പാട് പിടിച്ചിട്ട് മാത്രമേ വാങ്ങണമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇഫ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്, ഇപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ കിട്ടുന്നത് കൊണ്ട് നമ്മളത് കൂടുതൽ ഉപയോഗിക്കുന്നു. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ഏതായാലും ശരി, ഫോർ എക്സാമ്പിൾ ഗോൾഡ് ഓൺലൈൻ കിട്ടുന്നുണ്ട്. നമ്മളെല്ലാം ഗോൾഡ് ഇഷ്ടംപോലെ നമ്മൾ വാങ്ങുന്നുണ്ട്. ആവശ്യമുള്ളവർ വാങ്ങും. പിന്നെ ബഡ്ജറ്റും അവരുടെ ആവശ്യം നോക്കിയിട്ട് മാത്രമാണ് വാങ്ങാൻ പോകുന്നത്. ആൽക്കഹോൾ അങ്ങനെയാണ്. ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലൈൻ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എവറിബഡി വിൽ സ്റ്റാർട്ട് ഡ്രിങ്കിങ്, അല്ലെങ്കിൽ കൂടുതൽ ഡ്രിങ്ക് ചെയ്യുമെന്ന് പറയുന്നത് ശരിയല്ല. സോ വെൻ ഇറ്റ് ഈസ് ലീഗൽ യു ഷുഡ് ഗിവ് എ ഡിഗ്നിഫൈഡ് എൻവയൺമെൻറ്റ്. ഒരു സൈഡ് നമ്മൾ ഷോപ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, രണ്ടാമത് സൈഡ് നമ്മൾ പറയുന്നത് ലൈക്ക് യു ആർ നോട്ട് സപ്പോസ് ടു ബൈ എന്ന് പറഞ്ഞാൽ അതിൽ കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ. ഇത് സർക്കാർ ഈ ശുപാർശ സമർപ്പിച്ചപ്പോൾ സർക്കാർ എന്ത് ആണ് പെട്ടെന്ന്, അതായത് തൽക്കാലം ഇത് നമുക്കത് തൽക്കാലത്തേക്കൊന്ന് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊരു തീരുമാനമാണോ, അതോ ഇനി ഈ ഒരു തീരുമാനമേ വേണ്ട എന്ന നിലപാടിലാണോ? അതിപ്പോൾ സർക്കാരിൻ്റെ ചോദിക്കേണ്ടി വരും. മന്ത്രി അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ തത്കാലം ആലോചന ഇല്ല എന്നല്ലേ സാർ പറഞ്ഞത്. സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. എന്തായാലും ഇൻസ്റ്റൻറ്റ് ബിയർ, ഈ ക്രാഫ്റ്റ് ബിയറും ഡ്രാഫ്റ്റ് ബിയറും വിൽപ്പന, അതിൽ ഇതുവരെ ഒരു കൃത്യമായൊരു തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇല്ല, അത് ഇതുവരെ വന്നിട്ടില്ല. അത് വലിയ ആ രീതിയിൽ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ മാത്രം അത്തരം വിൽപ്പന നടത്തുമ്പോൾ അത് വലിയ രീതിയിലൊരു എത്രത്തോളം ഒരു ഇൻക്രീസാണ് പ്രതീക്ഷിക്കുന്നത്? that also I at least expect ഒരു 500 crores എങ്കിലും മിനിമം അത് കൂടും, ഇഫ് നോട്ട് മോർ ദാൻ ദാറ്റ്. കാരണം നമുക്ക് വി ഹാവ് ദ ബെസ്റ്റ് ബീച്ചസ് ഇൻ ദ കൺട്രി, അത് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴും പിന്നെ ടൂറിസ്റ്റ് എന്താ പറയുന്നത്, ഗോവ, ബിക്കോസ് ഗോവ ദർ ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് എൻവയൺമെൻറ്റിനാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഇങ്ങനത്തെ വൈബ്രൻറ്റ് നൈറ്റ് ലൈഫ് ആയാലും ശരി, ദിസ് കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അത്രയും ടൂറിസ്റ്റ് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കാരിന് റവന്യൂവും കിട്ടും. ടൂറിസ്റ്റ് വകുപ്പുമായി തന്നെ എക്സൈസും ടൂറിസ്റ്റ് വകുപ്പൊക്കെ ആലോചിച്ചല്ലേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്? ബേസിക്കലി ഞങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രാഫ്റ്റ് ബിയർ എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് ബിയർ ഞങ്ങളുടെ ഷോപ്പ് വഴി ഞങ്ങൾക്ക് വിൽപ്പന നടത്താം. ഡ്രാഫ്റ്റ് ബിയർ ആയാൽ ഇപ്പോൾ നിലവിലുള്ള ബാർസും റെസ്റ്റോറൻറ്റ്സിൽ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് അവർക്ക് തന്നെ പബ്സ് വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോവാം. എന്തായാലും ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ബെവറേജസ് ബെബ്കോ എം ഡി ഈ ഒരു ശുപാർശ സർക്കാരിന് സമർപ്പിച്ചത്. പക്ഷേ വലിയൊരു ചർച്ചയായതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ തീരുമാനം മരവിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഭാവിയിൽ ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് കേരളം കളമൊരുങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ അനിലിനൊപ്പം അൻഫ്ലി ഡിസൂസ.